വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഇമോഷണബിലിറ്റി, ഇങ്ങനെ ഒരു ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ 30 ഇയേഴ്സായി, ഇപ്പോൾ അത്രയും വർഷം മാരേജ് ഇതൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ആയിരുന്നു. സ്പെഷ്യലി ഈ തവണ വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഫസ്റ്റ് 4 റാങ്കിൽ വന്നാലേ നമുക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ മാർക്കും ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ജോലി വിട്ട് ഗൾഫ്, ഇപ്പോൾ കൂടുതൽ മുസ്ലിം സൊസൈറ്റി ആകുമ്പോൾ കൂടുതൽ പേരും ഗൾഫിലാണ്. അപ്പോൾ ഇവിടുത്തെ ജോലി വിട്ട് ഗൾഫിലേക്ക് പോയി അവിടെ കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്തൂടെ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട്. ഞാൻ KIS പ്രത്യേകമായിട്ട് കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. UPSC പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ UPSC പ്രിലിംസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു KS പ്രിലിംസ്. അപ്പോൾ അപ്പം എന്നൊക്കെ വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പഠിക്കണ്ട എന്നുള്ളൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. എപ്പോഴും പഠിക്കാൻ ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും ഉള്ള സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും ലീഡ് IASൻ്റെ സക്സസ് സ്റ്റോറീസിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഫീന ഗുലാം. അഫീന സ്ട്രീം 2-ൽ റാങ്ക് 3 KSൽ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ലീഡിൻ്റെ. അഫീന, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റിൽ അഫീന ഗുലാം എന്നുള്ളൊരു പേര് ഇങ്ങനെ തെളിഞ്ഞു വന്ന് കണ്ടപ്പോൾ ആ നിമിഷം എന്താണ് താങ്കൾക്ക് തോന്നിയത്? റിലീഫാണ് തോന്നിയത്. ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് വരും. നേരത്തെ റിസൾട്ട് നേരത്തെ വന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ആദ്യം എടുത്ത് നോക്കി, അപ്പോൾ ആദ്യം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പല ഗ്രൂപ്പിലും വന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരുപാട് റിലീഫ് ഉണ്ടായിരുന്നു. നമുക്ക് പല ആൾക്കാരും പറയാറുണ്ട്, താങ്കളും തന്നെ പറഞ്ഞൊരു കാര്യമാണ് വാലിഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നൊരു സംഭവം. സന്തോഷമാണോ അതോ വാലിഡേഷനാണോ? വാലിഡേഷനാണ് കൂടുതലായിട്ട് തോന്നിയത്. കാരണം ഞാൻ ലീവ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു UPSCക്ക്. ഇപ്പോൾ UPSC 2 വട്ടം മെയിൻസ് എഴുതിയെങ്കിലും കിട്ടിയിരുന്നില്ല. അപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ ഒരു വാലിഡേഷനായിട്ടാണ് സക്സസിനെ താങ്കൾ എംബ്രേസ് ചെയ്ത്. ഓക്കെ, റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആദ്യം ആരെ വിളിച്ചേ? എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്, ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ട്. അഫീന ആരാണ് ആദ്യം? ഞാൻ വിളിച്ചത് എൻ്റെ വാപ്പാനെയാണ് ആദ്യം വിളിച്ചത്. ഭയങ്കര ക്ലോസ് ആണോ? അതെ, ക്ലോസ് ആണ്. അഫീനേൻ്റെ ഒരു കരിയർ ഗ്രാഫിൽ എനിക്ക് ശരിക്കും നമ്മുടെ ആസ്പിറന്റ് കമ്മ്യൂണിറ്റിക്ക് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് 2 തവണ ഇമ്പോർട്ടൻ്റ് സക്സസ് നുണഞ്ഞ ഒരാളാണ് താങ്കൾ. ആദ്യം 2020-ലാണ് PSC എക്സാമിനേഷൻ പാസ്സായിട്ട് നിങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2020 തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2025 KS എക്സാമിനേഷൻ എന്ത് ചെയ്തിട്ട് നിങ്ങൾ പാസ്സായിരിക്കുന്നു. സോ 2 തവണ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമിനേഷൻ പാസ്സായ ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയോട് എന്താണ് പറയാനുള്ളത്? മെയിൻലി ഇത് ഓരോ എക്സാമിനും അതിൻ്റേതായ സിലബസ്, അതിൻ്റേതായ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഓരോ എക്സാമിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം ആണെങ്കിൽ അതിൻ്റെ കോർ സബ്ജക്ട്സാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ KS UPSC ആണെങ്കിൽ ആ സിലബസും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി എന്താണ് എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് നോക്കി പഠിക്കുന്നതാണ് മെയിൻലി വേണ്ടത്. ഓക്കെ, ലീഡുമായിട്ടുള്ള അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു KS? എസ്പെഷ്യലി ഈ തവണ വളരെ കുറച്ച് സീറ്റ്സേ ഉള്ളൂ. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഫസ്റ്റ് 4 റാങ്കിൽ വന്നാലേ നമുക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ മാർക്കും ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിലെ 1-2 മാർക്ക് വെച്ച് തന്നെ നമുക്ക് 33 മാർക്ക്. അതെ, 34 ഹയസ്റ്റ്. അഫീന സ്ട്രോങ് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. താങ്കൾ BTech കഴിഞ്ഞു, MTech രണ്ടും NITയിൽ നിന്ന് തന്നെ പാസ്സായ ഒരാളാണ്. അതിനുശേഷം എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ PSCയുടെ പാസ്സായിട്ടാണ് താങ്കൾ വർക്ക് ചെയ്തത്. ആൻഡ് അതിനുശേഷം UPSCയിലേക്ക് ഒരു ജേർണലിസ്റ്റ് എക്സാമിനേഷനിലേക്കൊരു യാത്ര. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ശരിക്കും എഞ്ചിനീയറിംഗ് ആ ടൈമിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം? കാരണം ഇത്രയും ഒരു സ്ട്രോങ് ഇങ്ങനെ പോയിട്ട് പിന്നീട് വീണ്ടും ഒരു ജേർണലിസ്റ്റ് എക്സാമിനേഷൻ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത് ഒരു ജേർണലിസ്റ്റ് എക്സാമിനേഷനിലേക്ക് തിരിച്ചു വരാനായിട്ട്? ആക്ച്വലി ഞാൻ BTech കഴിഞ്ഞ് MTechന് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എക്സാം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല, ഗേറ്റിനൊപ്പം എഴുതി. എന്തുകൊണ്ട് ഭാഗ്യം കൊണ്ട് അത് ലഭിച്ചു. എനിക്ക് പണ്ട് മുതലേ ഒരു ജേർണലിസ്റ്റ് എക്സാംസിന് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ UPSC പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നീട് MTechന് ചേർന്ന് ഇപ്പോൾ അടുത്ത പരിചയമുള്ള ആൾക്കാർ കിട്ടുന്നു, അടുത്തുള്ള ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ എന്നാൽ നമുക്കും പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു.
അപ്പോൾ ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ലീവ് എടുക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് UPS പ്രിപ്പറേഷൻ ആയിരുന്നു ശരിക്കും ചെയ്തത്. നമ്മൾ താങ്കളുടെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേജിലും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്കുകൾ ഉള്ളതാണ്. കാരണം BTech കഴിഞ്ഞാൽ ജോലിൻ്റെ ഒരു പ്രഷർ വരാം, പക്ഷേ താങ്കൾ എന്ത് ചെയ്യുന്നു, MTechലേക്ക് പോകുന്നു. MTechന് ശേഷം ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്നു. ഗവൺമെൻറ് സർവീസിൽ നിന്ന് വീണ്ടും UPSC ലക്ഷ്യമാക്കി ലീവ് എടുത്ത് താങ്കൾ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് യു ഹാവ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. ആ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ താങ്കൾക്ക് ഹെൽപ്ഫുള്ളായി മാറിയെന്ന് നമ്മളത് ഷെയർ ചെയ്യാം. ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി തന്നെയായിരുന്നു. അമ്മയെന്നൊക്കെ വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പഠിക്കണ്ട എന്നുള്ളൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. എപ്പോഴും പഠിക്കാൻ ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും ഉള്ള സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ട്സ് ആയാലും വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വേറെ കോളേജിലെ ഫ്രണ്ട്സ് ആയാലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സ് ആയാലും വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ലീവ് എടുക്കുന്ന സമയത്തൊക്കെ അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യാം. ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇത്രയധികം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇങ്ങനെ ഒരു ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ 30 years ആയി. ഇപ്പോൾ അത്രയും വർഷം മാരേജ് ഇതൊക്കെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ആയിരുന്നു പലപ്പോഴും. മെയിൻലി ഫാമിലി സപ്പോർട്ടാണ് ഒരു മെയിൻ കാര്യം. പിന്നെ ഒരു പഠിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയൊക്കെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ലേഷർ ടൈം ഉപയോഗിക്കാനും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് ചാനൽസും അപ്പോൾ അത് പഠിക്കുന്നതിനും ഉപയോഗിക്കാം, കൂടുതലായിട്ട് വായിക്കുന്നതിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അഫീന, ലൈക്ക് താങ്കൾ സംസാരത്തിനിടയിൽ വന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്, 30 വയസ്സായി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ടുണ്ടാകുന്ന ഒരു ഇതും കൂടിയാണ്. എനിക്കൊന്ന് താങ്കളുടെ ഈ ഒരു സെയിം ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്ന ഒട്ടനവധി സ്ത്രീകൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ കൂടി താങ്കളെ കേൾക്കുന്നുണ്ടാവും. അതുപോലെ സ്വപ്നങ്ങൾ വെടിയാൻ താല്പര്യമില്ലാത്ത, വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള അങ്ങനത്തെ പെൺകുട്ടികളോട് എന്താണ് താങ്കൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? ഒന്നാമത്തെ നമുക്ക് ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കാര്യത്തിൽ പഠിക്കാൻ അവർ വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ കല്യാണമൊക്കെ ആലോചിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ പല ചോദ്യങ്ങളും കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ജോലി ഇല്ലേ, പിന്നെ എന്തിനാണ് വെറുതെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ജോലി വിട്ട് ഇപ്പോൾ കൂടുതൽ മുസ്ലിം സൊസൈറ്റി ആകുമ്പോൾ കൂടുതൽ കാര്യം ഗൾഫിലാണ്. അപ്പോൾ ഇവിടുത്തെ ജോലി വിട്ട് ഗൾഫിലേക്ക് പോയി അവിടെ കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്തൂടെ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ളൊരു വാലിഡേഷനായിട്ട് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഒരു പരിധി വരെ. അപ്പോൾ ഓൾറെഡി UPSC പ്രിപ്പറേഷൻ താങ്കൾ കണ്ടിന്യൂ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് UPSC പ്രിപ്പറേഷൻ എങ്ങനെയാണ് KSനെ ഹെൽപ്പ് ചെയ്ത്? എൻ്റെ UPSC ആസ്പിറൻസിന് സ്ട്രെങ്ത് ഇല്ലാത്ത കുറച്ച് ഏരിയാസുണ്ട്. ഇപ്പോൾ കേരള റിലേറ്റഡ് ടോപ്പിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതിലൊക്കെ താങ്കളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്? അതൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ KSന് പ്രത്യേകമായിട്ട് കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. UPSC പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ UPSC പ്രിലിംസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു KS പ്രിലിംസ്. അപ്പോൾ ആ 2 weeks കേരള ടോപ്പിക്സ് പഠിച്ചു. അതുപോലെ തന്നെ മെയിൻസും UPSC മെയിൻസ് കഴിഞ്ഞ് ഒരു 1 month കഴിഞ്ഞിട്ടായിരുന്നു KS മെയിൻസ്. അപ്പോൾ അതിൻ്റെ ഒപ്പം കേരള ടോപ്പിക്സും പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചെറിയ വ്യത്യാസമുണ്ടോ അതിനുള്ള റൈറ്റിംഗ് പ്രാക്ടീസും ചെയ്തു. അപ്പോൾ കൂടുതൽ ഈ UPSC പ്രിപ്പറേഷൻ തന്നെയായിരുന്നു എൻ്റെ ബേസ്. ഒരു ടെക്നിക്കൽ എക്സാമിനേഷനാണ് ആദ്യം ക്ലിയർ ചെയ്യുന്നത്. പിന്നീടൊരു ജേർണലിസ്റ്റ് എക്സാമിനേഷനായിട്ടുള്ള UPSCക്ക് ഇറങ്ങിത്തിരിക്കുന്നു, KS പാസ്സാവുന്നു. എനിക്കൊരു സിമിലർ ബാക്ക്ഗ്രൗണ്ടുള്ള ആസ്പിറൻസ് നമ്മുടെ ഇതിൽ കാണാം. ആ ഒരു ജേർണി എങ്ങനെയാണ് ഡിഫറെൻറ്റ്? ഒരു ടെക്നിക്കൽ എക്സാമിനേഷനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ജേർണലിസ്റ്റ് എക്സാമിനേഷനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? സാർ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. ടെക്നിക്കൽ എക്സാമിന് പ്യുവർലി നമ്മുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഞാൻ 2020 എഴുതുന്ന സമയത്ത് 100 ക്വസ്റ്റ്യൻസിൽ 80 ക്വസ്റ്റ്യൻ ടെക്നിക്കലും 20 ക്വസ്റ്റ്യൻ GS കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റയർലി 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ പ്യുവർലി ആ സിലബസിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, അല്ലാത്ത തിയറി പഠിക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ എക്സാമിന് ചെയ്യേണ്ടത്. GS ആകുമ്പോൾ കുറച്ചും കൂടി വാസ്റ്റാണ്, കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ട്, കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
അപ്പോൾ അതൊരു മെയിൻ വ്യത്യാസമുള്ളത്. ഇപ്പോൾ PSC കേരള PSC കൂടുതലായിട്ട് ഇപ്പോൾ അനലറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെയിൻലി KS-നൊക്കെ അനലറ്റിക്കലായ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ UPSC പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്കളുടെ ഒരു ജേണി അവസാനിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ UPSC സ്വപ്നം മനസ്സിലുണ്ടെന്നറിയാം. ഈ ഒരു റിസൾട്ട് അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് മാറട്ടെ. വീണ്ടും ഇതേപോലെ തന്നെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് താങ്കളെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. Lead IAS, #1 IAS Academy in Kerala.